സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം ഉടൻ നാട്ടിലെത്തിയേക്കും. 20 വർഷത്തെ തടവ് ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മരിച്ച ബാലന്റെ കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, വലിയ പ്രതീക്ഷയും വലിയ കാത്തിരിപ്പുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഇന്ന് അബ്ദുൾ റഹീം ജയിൽ മോചിതനാവുകയാണ്. നാട്ടിലെത്തുന്ന സമയമൊക്കെ ഏതാണ്ട് വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയ ദൗത്യം എന്ന രീതിയിൽ ഏറ്റെടുക്കപ്പെട്ടതായിരുന്നു റഹീമിന്റെ മോചനം. ഇതിനായി 34 കോടി രൂപയായിരുന്നു മരിച്ച സൗദി ബാലന്റെ കുടുംബം വ്യാപനമായി ചോദിച്ചത്. ആ പണം പൂർണ്ണമായും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച ശേഷമാണ് നിയമസഹായ വേദി അടക്കം നിയമ പോരാട്ടം നടത്തിയാണ് ഇത്തരത്തിലൊരു അനുകൂലമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഏതാണ്ട് 1 വർഷം മുമ്പ് പണം കൈമാറിയിരുന്നു, നിയമവിധേയമായി തന്നെ കൈമാറിയിരുന്നു. അതിനുശേഷം ഈ വധശിക്ഷയിൽ ഇളവ് നൽകിയെങ്കിലും സൗദിയിലെ പൊതു നിയമപ്രകാരം കൃത്യമായ ശിക്ഷ കാലം അനുഭവിക്കേണ്ടതുണ്ട്. ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങളെ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് 20 വർഷം തടവിൽ കഴിയണമെന്ന രീതിയിൽ വന്നത്. ഈ പണം അടയ്ക്കുമ്പോൾ തന്നെ ഏതാണ്ട് 19 കൊല്ലം ജയിലിനുള്ളിൽ ഇതിനകം അബ്ദുൾ റഹീം പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നത്. ഇന്ന് ജയിലിൽ നിന്നും മോചിതനാവുമെങ്കിലും ജയിലിലെ തന്നെ ഈ നാട് കടത്തൽ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റും. അതിനുശേഷം എക്സിറ്റ് വിസ അടിച്ചാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സൗദിയിൽ പൂർത്തിയായി എന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഹായ വേദി അറിയിച്ചത്. ശരി അനീഷ്.